സിനിമ സകല കലകളുടെയും സമ്മേളനമായ കലാരൂപം. ചിരിക്കാനും ചിന്തിക്കാനും കരയിക്കാനും ആനന്ദിപ്പിക്കാനും സിനിമയിലൂടെ സാധിക്കുന്നു. പലരുടെയും മോഹവും സ്വപ്നവുമാണ് സിനിമ. സിനിമ തന്നെയാണ് പലർക്കും ജീവിതവും. ഇവിടെ ഈ ട്രാവൻകൂർ സ്റ്റുഡിയോ ഒരു കണ്ണാടി പോലെ ക്യാമറ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കുന്നു. നോവും നൊമ്പരവും കണ്ണീരും കിനാവുകളും ചിരിയുടെ മേലാപ്പിയാർത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിൽ കഥാപാത്രമായി മാറുന്നു. ഇന്നിവിടെ ഒരു സിനിമാ ചിത്രീകരണത്തോടെ ട്രാവൻകൂർ സ്റ്റുഡിയോ ഉണരുകയാണ്. നമുക്ക് ക്ലോസ് എടുക്കാം. എന്താ കാണിക്കുന്നത്? നാരങ്ങ വെള്ളം ടേക്ക് സമയത്താണോ നാരങ്ങ വെള്ളം കൊടുക്കുന്നത്? ഷേർലി എന്തോന്നാ ഇതൊക്കെ? അശ്വതി സോറി അശ്വതി, നമുക്ക് സെയിം ഒന്നുകൂടെ എടുക്കാം. ഇത് സെയിം സാധനം നമ്മൾ ഒന്നുകൂടെ എടുക്കുവാണ്. അതുപോലെ തന്നെ സെയിം കേട്ടോ. പറയണ്ടേ? നീ എന്താണ് വീണ്ടും നിൽക്കുന്നത്? സാറല്ലേ പറഞ്ഞ സെയിം ഒന്നുകൂടെ എടുക്കണോ? നിനക്ക് ആരാണ് വിളിച്ചത്? ഇവിടുന്ന് വരുന്ന നീയൊക്കെ. അശ്വതി സോറി കേട്ടോ, ഒന്നുകൂടെ എടുക്കാം. ഓക്കെ ക്യാമറ ആക്ഷൻ. പൂച്ചയുടെ ഒരു കാര്യേ. അയ്യോ, നായികയാണോ? നായിക അല്ല, അമ്മയാ. പൂച്ചണ്ട. എവിടുന്ന് കിട്ടിയോ ഇതമ്മ? ഷെർലി അടുത്ത സീൻ ഏതാ? അടുത്തേത് ഈ സീന. ഒരു കാര്യം ചെയ്യും, ആ കുട്ടിയുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറയണം. പിന്നെ കുറേ ഡയലോഗുകളുണ്ട്, ആ കുട്ടിയെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശരി ശരി ശരി. കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്തോ? ഓ നാരങ്ങ വെള്ളം കൂച്ചോ. എന്താ ഇത്? നാരങ്ങ വെള്ളം. ഇത് നാരങ്ങ ഇല്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അയ്യോ, 5 നാരങ്ങ തന്നിട്ട് 50 പേര് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. വല്ലാത്തൊരു പ്രൊഡക്ഷൻ തന്നെ കേട്ടാ. അരിയില്ല, മണ്ണെണ്ണയില്ല, ഉപ്പുമില്ല, മുളകും ഇല്ല. ഇനി 50 പേർക്ക് ഞാൻ എവിടെ നിന്നിട്ട് ആഹാരം കൊടുക്കാനാ? സുഗുണ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഈ ലൊക്കേഷൻ അങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് പല ദുരിതാശ്വാസ ക്യാമ്പിനെ ഷൂട്ട് വയ്ക്കാം. അവിടെ പിന്നെ ഭക്ഷണത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അത് കറക്റ്റ്, നല്ല ഐഡിയ ആണ്. കാതര നീ ഒന്ന് കാതര അടുത്തെടുക്കാനുള്ള സീനി ഡയലോഗ് മൊത്തം നാടകീയത നിറഞ്ഞാണ്. നമുക്കത് വേണ്ട. ദേ എൻ്റെ സിനിമയിലെ ഡയലോഗുകൾ കാഷ്വൽ ആയിരിക്കണം. അല്ല, ഈ കാഷ്വൽ എന്ന് പറയുമ്പോഴേ ഞാൻ ഇനി എത്ര നാൾ അവന് വേണ്ടി കാത്തിരിക്കണം ഭഗവാന്? ഇനി അവനെ വെട്ടിപ്പുളക്കാൻ അവൻ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ആ നായികയെ കൊണ്ട് പറയിപ്പിക്കണോ ഞാൻ? അത് കലക്കി വെച്ചതാരെങ്കിലും എടുത്ത് കുടിച്ചു കാണുമോ എന്തോ. പിന്നെ എടോ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ലൈഫായിരിക്കണം, ലൈഫിൽ പോകണം. എൻ്റെ സിനിമ ലൈഫാണ്, ഡയലോഗ് ലൈഫായിരിക്കണം. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ടാണ് ഈ സിനിമയിലെ സ്ക്രിപ്റ്റിന്റെ ലൈഫിന് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് എഴുതുന്നത്. കാതര, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മോശമായി കഴിഞ്ഞാൽ ആ സിനിമ പോയി, അത് മനസ്സിലാക്കണം. ഇതേ ഒരുപാട് പേരുടെ ജീവിതം, അത് വെച്ച് കളിക്കരുത്. ഞാനൊരു കാര്യം പറയാം, ആദ്യം സിനിമ മോശമാണോ സ്ക്രിപ്റ്റ് മോശമാണോ എന്ന് ഇതൊന്ന് വെളിയിൽ വരട്ടെ. എന്താ ഷെർലി, എന്താ പറ്റി? സാറേ, അവിടെ ആകെ പ്രശ്നം. ആ കൊച്ചിന്റെ മുറിയിലാരും ഒളിഞ്ഞു നോക്കിയത്. ആരുടെ മുറിയില്? നായകന്റെ മുറി ഒളിഞ്ഞു നോക്കിയെന്നോ? സത്യം പറയടാ, നീ എവിടെ പോയിരുന്നു? നീ എവിടെ പോയിരുന്നു? വെറുതെ എന്നെ സംശയിച്ചോണ്ടല്ലോ, ഞാൻ ഒന്നിനു പോയതാ. സാർ എവിടെ പോയെന്ന് പറ. ഞാൻ ഫ്രെയിം നോക്കാം. എനിക്കറിയാം. ഞാൻ ക്യാമറ എടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ഷെർലി? ആ കൊച്ചിന്റെ അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. സാറ് വന്ന് എന്തെങ്കിലും സംസാരിക്കും. എന്റെ ഷെർലി, എങ്ങനെങ്കിലും ആ കൊച്ചിനെ ഒന്ന് അനുനയിപ്പിക്കാൻ നോക്ക്. ഞാൻ എന്തോന്ന് പറയാൻ? അവരുടെ കേസാക്കാൻ പോകുന്നു. കേസായി കഴിഞ്ഞാൽ ആകെപ്പാട് പൊല്ലാപ്പാവും. അതിനു മുമ്പ് എന്താന്ന് വെച്ചാൽ ഈ തെറ്റെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പറ്റും. അതാണ് മനുഷ്യന്മാരല്ലേ, തെറ്റാർക്കും വേണം പറ്റും. എങ്ങനെയൊന്നും അനുനയിപ്പിക്കാൻ നോക്ക്. ഷൂട്ട് മുടങ്ങരുത്. ഷെർലിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സാറ് വാ. ഞാനിവിടെ ഉള്ളപ്പോ ആര് വിളിച്ച് നോക്കാനാ? ഇതല്ലേ ഇതിനൊരു തീരുമാനം എടുത്തിട്ട് മതി ബാക്കി ഷൂട്ടിംഗ്. നിങ്ങൾ സ്വയിപ്പാക്കല്ലേ? ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പൊ ഇവിടെ എത്തും. ഒറ്റയോന്ന് ഇവിടെ അണങ്ങി പോയല്ലേ ലൊക്കേഷനിൽ നിന്ന്? വിളിച്ചു പറഞ്ഞല്ലേ? പറഞ്ഞു. എന്റെ ഷൂട്ടിംഗ് മുടങ്ങുമല്ലോ. അശോക് സാറ് പരിചയമുണ്ടോ?
പരിചയം ഉണ്ടെങ്കിലേ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അശോക് സാറിന് അറിയില്ല? പൊന്നീച്ച അശോക സാറെന്ന് അയാളെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ട കണ്ണു കൂടെ പൊന്നീച്ച മറക്കൂ. ഭയങ്കരനാ. നിങ്ങൾക്ക് അറിയോ, അയാൾ 10 കൊല്ലം കൊണ്ട് 14 ട്രാൻസ്ഫർ വാങ്ങിയ മനുഷ്യനാ. അയാളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് സോൾവ് ആക്കി തരില്ലായിരുന്നോ? ആണ് അല്ല നീ ആരാ? ആവശ്യം ഇപ്പൊ അങ്ങനെയായോ? ഞാനാണ് ഇതിന്റെ കൺട്രോളർ. കോഴിക്കോടിന്റെ കൺട്രോൾ ആകും വന്നിട്ട് ഇതിന്റെ മൊത്തം കൺട്രോളർ പോയി കിടക്കപ്പോ. കൺട്രോൾ എന്താ സംഭവം? നീ ഒന്ന് കൺട്രോൾ ചെയ്യാ. എത്ര നാളായിട്ട് പറയുന്നു ഈ സീറ്റിന്റെ കുഷൻ ഒന്ന് മാറ്റണമെന്ന്. ഒരെണ്ണം റെഡിയാക്കാം സാർ. അടുത്ത സ്റ്റേഷനിലേക്ക് എന്നെ മാറ്റുന്നതിന് മുമ്പെങ്കിലും റെഡി ആവുമോ? ശരിയാക്കാം സാർ. കുറ്റവാളികൾക്കൊക്കെ കുഷൻ സീറ്റ്, എനിക്ക് പഞ്ഞു പോയ തലയണ പോലത്തെ സീറ്റ്. ആരാ എനിക്ക് ഫോൺ ചെയ്തത്? ഞാനാ സാർ. നിങ്ങളാണോ ഒളിഞ്ഞു നോക്കിയത്? അയ്യോ ഞാനല്ല, ഇതെന്റെ മോളാ. എന്റെ മോളെ ഒളിഞ്ഞു നോക്കിയത്. നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടം കാണാനില്ല, ഒരു ടെൻഷനും കാണാനില്ല. നിങ്ങളൊക്കെ ഒരു അമ്മയാണ്. ഈ എക്സ്പ്രഷൻ ഒന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ മാറിയേക്ക്. എന്റെ പേരെന്താ? അശ്വിനി. റായി. റായ? അശ്വിനി റായി. റായ് എന്നുള്ള അച്ഛനാണ്? കുടുംബ പേരാണ്? അല്ല. പിന്നെന്താണ്? ആ ഫാഷൻ ഒന്നും ഇവിടെ വേണ്ട, ഇട്ട പേര് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ വെച്ചാ ഡ്രസ് ചേഞ്ച് ചെയ്തു? മുകളിലെ റൂമിൽ വെച്ചാ. മുകളിലെ റൂമിൽ ഇരുന്നാലേ തനിക്ക് ഡ്രസ് ചേഞ്ച് ആവുള്ളൂ? എനിക്ക് അവിടെ ആയിരുന്നു തന്നത്. ആണോ? കുമാരാ, നീയാണോടാ കുമാർ? കേട്ടോടാ, കാതരാന്നല്ലേ വിളിച്ച? കേറായിക്കടാ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. എന്റെ പേര് കുമാരനാണ്. കാതരൻ. കാതരൻ. കുമാരാന്ന് വിളിച്ചാൽ കാതരൻ വിളി വെക്കും. ഞാൻ കാതരാന്ന കേട്ടു. നീ അങ്ങനെ കേൾക്കണ്ട കേട്ടോ. നീ എന്ത് ചെയ്യണു? ഇവിടുത്തെ തിരക്കഥ തിരക്കാതാ എന്തൊക്കെ എഴുതും? എല്ലാ ഇതെന്താണെന്ന് അറിയാം? ഈ ഭാഗം തിരക്കഥാകൃത്തല്ലേ? നല്ല അറിവുണ്ടല്ലോ. ഇതെന്ത്, ഏത് ഭാഗമാണ് ഏതാ? ഇത് സാറിന്റെ കൈയുടെ ഭാഗം. ആ കൈയുടെ ഭാഗം ഇംഗ്ലീഷിൽ എന്താ പറയും? എനിക്ക് ഇതിന് റിസ്റ്റ് എന്ന് പറയും. റെസ്റ്റ്. ഇത് 4 ആണ്. ഇവിടെ കൈ പിടിച്ച് തിരിച്ചുണ്ടല്ലോ നിന്റെ സ്പൈനൽ കോഡ് പറയ്ക്കും. ഇനി അഭ്യാസം എൻ്റെ അടുത്താണ്. ഇല്ല സാർ. മാറിക്കട മാറിക്കട കേട്ടോ. എല്ലാ എണ്ണത്തിൻ്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കും. ആ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. 2 ട്രിപ്പ് അടിച്ചാലോ? അല്ലേ വേണ്ട, ഒരു കാര്യം ചെയ്യും, തണലത്തൊട്ട് മാറ്റി നിർത്തും. എനിക്ക് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം, ഒറ്റ എണ്ണത്തിന് വിടരുത്. എവിടേക്ക് എവിടെ പോണത്? ആരടാ നീ ഒന്ന്? പ്രൊഡക്ഷൻ കം കുക്ക് സൂണൻ. പോലീസ് വേഷം കിട്ടി അഭിനയിക്കാൻ വന്നാണെങ്കിലേ അഭിനയിച്ചൊരു പൊയ്ക്കോണം. എൻ്റെ നെഞ്ചി കയറത് ഞാൻ പെച്ചേക്കാം. പാട്ട് കേട്ടപ്പോഴേ എനിക്ക് അവിടെ എല്ലാവരും പിടിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് സാർ. ഓക്കെ സാർ. ഒരു പാട്ട് പാടിയെന്നേ ഉള്ളൂ. തോർത്തെടുത്തവന്റെ വാക്യത്തോട് ചുരുട്ടിക്കാൻ കൊണ്ടോ.
മുഖത്തൊരു കള്ള ലക്ഷണമാണ്. നീയൊക്കെ സിനിമാക്കാരാണോ കൊള്ളക്കാരാണോ? നീ വാ. എന്താ നിന്റെ പേര്? ഡിക്രൂസ്. നീ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിന്റെ സംവിധായകനാണ് സാർ, ഡയറക്ടർ. ഓഹോ, നീയാണ് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് അവസരം തരാമെന്നൊക്കെ പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്നല്ലേ? അയ്യോ അല്ല സാർ, ഞാൻ പാവമാണ് സാർ, ഞാൻ നിരപരാധിയാണ്. എന്നാര് പറഞ്ഞു? ഞാൻ പാവാ സാറേ, ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല സാർ. അപ്പൊ ഇനി ചെയ്യുമെന്നാണോടാ? ചെയ്യും സാർ. ഒരിക്കലല്ല സാർ, ഞാൻ നിരപരാധിയാണ്. ഇത് കൂടാതെ നിനക്ക് വേറെ എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട്? അക്ഷരം കട്ടുമെന്ന് പറയും. അല്ല അപ്പൊ ഇതൊരു ദൗർബല്യമാണല്ലേടാ? അല്ല സാർ, അല്ല. അല്ലടാ? ഒരിക്കലല്ല സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ നല്ല ഡയറക്ടറുടെ പാവമാണ്. എന്താ പിള്ളേ? അച്ഛാ, ഞാനൊരു ചോദ്യം ചോദിക്കണേ. ചോദിച്ചോ മോളെ. ചോദ്യം ഇതാണ്. ആ. ഒരു ചോദ്യം ഒത്തിരി ഉത്തരം. എന്താ ആ ചോദ്യം? ഒരിക്കൽ കൂടെ പറഞ്ഞ മോളെ. അച്ഛ ഇപ്പൊ ഡ്യൂട്ടിയിലാണല്ലോ മോളെ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ച് പറഞ്ഞു തന്നാ മതിയാ? ഹലോ, ഉറപ്പായിട്ടും വിളിക്കാം മോളെ, വിളിക്കാം. അച്ഛനല്ലേ പറയുന്നത്? പ്രോമിസ്. ഓക്കെ ഓക്കെ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എല്ലാ കേസുകളും പുഷ്പം പോലെ തെളിയിച്ചിട്ടുള്ള സാറാ. സാറിന്റെ ബുദ്ധിയെ പരീക്ഷിക്കരുതേ, പണി കിട്ടും. സത്യം പറ, നീ ആണോ ഒളിഞ്ഞു നോക്കി? സാറേ, കർത്താവാണ് സത്യം, ഞാൻ നിരപരാധിയാണ്. എന്റെ അപ്പച്ചനാണ് സത്യം, അമ്മച്ചാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓ, ഈ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛനെ അമ്മയും കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. വിളിക്കുന്നത് ജുബ്ബ വാടാ. ഞാനോടോ ഒളിഞ്ഞു സത്യമായിട്ടും എന്റെ 2 മക്കളാണ് സാറാണ് സത്യം, ഞാനല്ല സാർ. മക്കളെ കൊണ്ട് എന്നെ കൊണ്ട് ആ സമയത്ത് നീ എവിടെയായിരുന്നു? ഞാൻ ആ സമയത്ത് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരുമായിട്ട്? ഞാൻ സാറുമായിട്ട്. അപ്പൊ കൂട്ടുകൃഷിയാണല്ലേ? അല്ല സാർ, പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല സാർ. പിന്നെ സാർ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്നു, അതല്ലാതെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു ലംബടനല്ല. ലംബടനാണോ അല്ലേന്ന് ഞാൻ തീരുമാനിച്ചോളൂ. അത് നീയല്ല പറയേണ്ടത്. നീ ആരാണെന്നുള്ളത് നീയല്ല പറയേണ്ടത്. നീ ആരാണെന്നുള്ളത് ഞാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായി. അവിടെ എവിടെ തോൽസഞ്ചി ഒന്ന് സ്പീഡിൽ നടന്ന എന്താണോ നിന്റെ ചെവിയില്? ഞാൻ കൺട്രോളറല്ലേ, അതുകൊണ്ട് കൺട്രോളർമാരൊക്കെ ഇങ്ങനെ വേണ്ടേ? വേണോ? ആര് പറഞ്ഞു? അല്ല, കോഴിക്കോടൊക്കെ എങ്ങനെയാ? കോഴിക്കോട് അങ്ങനെ? ഇവിടെ കോഴിക്കോടല്ലല്ലോ ഇത്? ഏ? കോഴിക്കോട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാറുണ്ടോ? കോഴിക്കോട് ആരും ഒളിഞ്ഞു നോക്കാം. അപ്പൊ ഇവിടെ ഒളിഞ്ഞു നോക്കാന്നല്ലേ? സാർ, ഞാൻ കുളിക്കുന്ന പോലെ ഒളിഞ്ഞു നോക്കില്ല ഇതുവരെ. ഒളിഞ്ഞു നോക്കാത്തത് അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം നിനക്ക് കിട്ടിയിട്ടില്ല. അല്ല സാർ. അതുകൊണ്ടല്ലേ നീ ഒളിഞ്ഞു നോക്കാത്തത്? അതല്ല സാർ, സത്യമായിട്ടും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ക്യാമറ ഇവിടെ നോക്കാറുള്ളൂ സാർ, ക്യാമറമാനാണ്. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോ? ഇല്ല. നിന്റെ അടുത്ത് ചോദ്യം ചെയ്യാനല്ലേ എനിക്ക് തോന്നുന്നത്. ഒറ്റ ഇടി തരാനാണ്. എവിടെ നോക്കി എവിടെ തൻ്റെ അടുത്തല്ലേ അവരെല്ലാം വന്ന് ചോദിച്ചു? എല്ലാവരും വന്ന് ചോദിച്ചോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ലായിരുന്നു നോക്കൂ? ഈ കൂട്ടത്തില് ആരെങ്കിലും അപ്പോ വന്ന് ചോദിച്ചവരുടെ കൂട്ടത്തിൽ ഈ നിൽക്കുന്നവർ ആരെങ്കിലും ഇല്ലായിരുന്നതായിട്ടുണ്ടോ? ക്ലിയർ? അല്ല, എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ സുഗുണ ഇല്ലായിരുന്നു. ഞാൻ നോക്കുന്ന ആളല്ല സാർ. ഞാൻ ചോദിച്ചു. പിന്നെന്തിനാ നീ മറുപടി പറഞ്ഞു? നീ നോക്കുന്ന ആളല്ലാന്ന് എനിക്കറിയാം, അത് മനസ്സിലായില്ലേ? മോളെ അച്ഛൻ ഡ്യൂട്ടിയിലാണ്. ഇപ്പൊ തിരിച്ചു വിളിക്കാം, പറഞ്ഞുതരാം. എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഉടൻ തിരിച്ചു വിളിക്കാം, ഉറപ്പായിട്ടും വിളിക്കാം. ഓക്കെ. കുഞ്ഞു മോളായിരിക്കും അല്ലേ? ആണെങ്കിൽ കുമാര, ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു കലയാണ്. എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ കേസുകൾ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കേസിലെ പ്രതിയെ എനിക്ക് പിടികിട്ടി കഴിഞ്ഞു. അത് തെളിയിക്കാൻ ഒരൊറ്റ കൈ പ്രയോഗം വേണ്ടി വരും. താൻ ജീപ്പിനകത്ത് നിന്ന് ആ ഇരുമ്പൊലൊക്കെ ഇങ്ങെടുത്തുണ്ടോ? കാതര
നോക്കിക്കാ, തൂക്കിയെടുക്കണോ? കാതറാ, വെള്ളം തെളിക്കാം. എന്റെ കർത്താവേ, എന്റെ ഷൂട്ടിങ്. ഇൻസ്പെക്ടർ സാറേ, എല്ലാവരെയും പിടിച്ച് വിരട്ടിയിട്ടിരിക്കുകയാണ്. പരസ്പരം ഒരു വിശ്വാസക്കുറവുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വിവരം എത്രയും പെട്ടെന്ന് എല്ലാവരെയും അങ്ങ് അറിയിച്ചു. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മാക്സിമം ആളെ കൂട്ടാൻ പറ്റുമോ അതെല്ലാം അങ്ങ് ചെയ്തു. ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. പറയുന്ന ആൾക്കാരെ വിളിച്ച് പിന്നെ വിളിക്കാം. എവിടെ? എന്തിന്? മാമോദിസയ്ക്ക്. മാമോദിസയ്ക്ക് ആരുടെ? കുഞ്ഞിന്റെ. കുഞ്ഞിന്റെ? ആരുടെ കുഞ്ഞിന്റെ? ഹസ്ബൻഡിന്റെ റിലേറ്റീവ്. പേര് വിലാസിനി എന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ പിന്നെ ക്രിസ്ത്യൻ ആണല്ലോ. മാമോദീസ എന്ന് പറയുമ്പോ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഓണത്തിനിടയിൽ പുട്ട് വെച്ചോളൂ. ഹസ്ബൻഡ് ഒന്ന് വിളിച്ചോ. ഹസ്ബൻഡിന് പോലീസ് പിടിച്ച് വിഴുങ്ങാന്നുമില്ല. വിളിക്കാൻ പറ. റീഡയൽ ചെയ്താ പോരെ? ഹലോ, ഇൻസ്പെക്ടർ അശോക്. എല്ലാവരും വിളിച്ചറിയിച്ചോ? ആരെയൊക്കെ അറിയിച്ചു? ആരൊക്കെ വരും? ഓഹോ, എല്ലാവരും എത്തും. ഇങ്ങോട്ടാണോ വരുന്നത്? ഓഹോ, ഓ ശരി ശരി, ഉടനെ എത്തും. വരട്ടെ വരട്ടെ. ഇല്ല വരട്ടെ വരട്ടെ വരട്ടെ. ഞാൻ കൂടെ പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞത്. ശരി 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 ശരി, ഓക്കെ വരട്ടെ. ഓക്കെ ഓക്കെ. ഫോണിൽ കൂടെ എങ്കിലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നേരിട്ട് കാണാം കേട്ടോ. താങ്ക് യു. മാമോദീസ പടത്തിനിടാൻ പറ്റിയ പേരാ. ഇവിടെ ഒരു ഒളിഞ്ഞു നോട്ടവും നടന്നിട്ടില്ലേ സാറേ? പിന്നെ അശ്വനി പറയാം. ആദ്യ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ സ്വന്തം മകളെ പ്രശസ്തയാക്കാൻ വേണ്ടി ഒരു അമ്മ നടത്തിയ നാടകം അതായിരുന്നു ഇതെല്ലാം. അവർ തന്നെ പ്ലാൻ ചെയ്ത ഒരു ഡ്രാമ. മകൾ നിലവിളിച്ച് പറയുന്നു, എൻ്റെ മുറിയിൽ ആരോ ഒളിഞ്ഞു നോക്കി. നിങ്ങളെല്ലാം ഓടിക്കൂടുന്നു, പരസ്പരം സംശയിക്കുന്നു. അവസാനം ഈ തിരക്കിനിടയിൽ പാവം ആ കാതരൻ ബോധം കെട്ട് വീണപ്പോ അമ്മ ഫോൺ ചെയ്യുകയായിരുന്നു ഭർത്താവിന്, എത്രയും പെട്ടെന്ന് മീഡിയക്കാരെ ഇങ്ങോട്ട് വരുത്തണം, അവർ വന്ന് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം, അതിലൂടെ സ്വന്തം മകൾ പ്രശസ്തയാകുന്നു. കുറുക്കുവഴി വളരെ മോശമായി പോയി മാഡം. ഒരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം കഴിവ് തെളിയിച്ചാണ് പ്രശസ്തയാകേണ്ടത്, ഫേമസ് ആകേണ്ടത്. ഒരു കഥാപാത്രം നല്ല രീതിയിൽ ആവിഷ്കരിക്കുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കും, സപ്പോർട്ട് ചെയ്യും. അതിലൂടെ കൂടുതൽ പ്രശസ്തിയുടെ ചക്രവാളങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയും. അതല്ലാതെ ഒരാൾ ഒളിഞ്ഞു നോക്കി അവിടെ മീഡിയ വരിക, അവിടെ അഭിമുഖം എടുക്കുക, ആരാണെന്നറിയില്ല, എൻ്റെ ഭാവി തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ചീപ്പ് പബ്ലിസിറ്റി എന്നതിൽ കവിഞ്ഞ് ഒരു റിയൽ റെക്കഗ്നീഷൻ ഒരിക്കലും കിട്ടില്ല. സാധാരണഗതിയിൽ ഇതൊരു കേസായിട്ട് ചാർജ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഞാനിതങ്ങ് വിടുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അതായത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. മോളെ, അച്ഛന് ഉത്തരം കിട്ടിയോ? മോക്കറിയാമോ? പിന്നെ പറയാത്ത എന്താ? ദാറ്റ്സ് ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. നല്ല ഉത്തരം, മെഡിക്കേ. വരാം മോളെ. ഓക്കെ. ഒരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ സാറേ. ഇനിയും ചോദ്യം? ഇതൊരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം 1440 ഉത്തരങ്ങൾ. ചോദ്യം എന്താണ്?
മാഡം അശ്വിനി അസോസിയേറ്റ് ഡയറക്ടർ സുഗുണൻ ഞാനല്ല. കൺട്രോളർ. ചോദ്യം ഇതാണ്, സമയം എന്തായി? 1440 ഉത്തരങ്ങൾ നൽകാം. 11, 12, 13, 14 തുടങ്ങി പകലാണെങ്കിൽ 12:59 വരെ, ഉച്ചയ്ക്ക് ശേഷം 11, 12 അങ്ങനെ രാത്രി 11:59 വരെ 1440 ഉത്തരങ്ങൾ. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാർ വേറെയുമുണ്ട്. ഓക്കെ, എനിക്കറിയായിരുന്നു, ഞാൻ മനപ്പൂർവ്വം പറഞ്ഞ.